ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്ത് ചെയ്യാനാ, മടി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗീവ് അവേ എന്നുള്ളതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ വിന്നേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു മഴ ദിവസമാണ് ഇന്ന് ടോട്ടലി ഒരു മഴ ദിവസമാണ്. മോള് രാവിലെ സ്കൂളിൽ പോയി. ഞാൻ ഇന്നൊരു വർക്കിന് പോവാത്ത ദിവസമാണ്. അപ്പോൾ ഞാനിന്ന് മടി പിടിച്ച് കിടന്നുപോയി. അതാണ് എൻ്റെ പണികളൊക്കെ അവിടെ പെൻഡിങ് ആയിരുന്നു എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ക്ലീനിങ്ങും എല്ലാം കൂടി ഒരു വീഡിയോ ആക്കാമെന്ന്. അതിന് മുമ്പേ ഞാനും ഹസ്ബൻഡും കൂടി പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക, പിന്നെ ബാക്കി ക്ലീനിങ്ങും കൂടി അതിൻ്റെ കൂടെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. 3:45 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മോളെത്തും. മോൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ മോളെത്തുന്നതിന് മുമ്പേ പണിയൊക്കെ തീർത്താൽ പിന്നെ സമാധാനമായിട്ട് അവളെ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ പുറകെ നടക്കും, പിന്നെ അങ്ങനെ അവൾക്ക് ബോറടിക്കുന്നു എന്ന് പറയും. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് പിന്നെ. അപ്പോൾ അവൾ വരുന്നതിന് മുമ്പ് എല്ലാ പണിയും തീർത്ത് എല്ലാം ഒതുക്കി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് അവൾക്ക് നൂഡിൽസ്, സ്നാക്സ്, പിന്നെ ഈ പൊടികൾ അങ്ങനത്തതൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങളിപ്പം ഈ യിപ്പീൻ്റെ നൂഡിൽസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചോപ്സ്റ്റിക്ക് ഫ്രീ ആയിട്ട്, വുഡൻ ചോപ്സ്റ്റിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ചോദിച്ച് വാങ്ങണം. ആദ്യം ഞാൻ ബില്ല് ചെയ്യുമ്പം അവരോട് ചോദിച്ചപ്പം അതിൽ ഞാനിങ്ങനെ ഫ്രീ എന്ന് കണ്ടപ്പോഴേ ഞാനങ്ങനെ ബില്ല് ചെയ്യുന്നത് ആ ലേഡീൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇൻസൈഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് കൺഫേം ചെയ്യുമോ ഇൻസൈഡ് ആണോ എന്ന്. ഞാൻ ഞെക്കിയൊക്കെ നോക്കി അവിടെ നിന്ന്. അപ്പോൾ ഒന്നും കാണുന്നൊന്നുമില്ല. ചോപ്സ്റ്റിക്ക് കുറച്ച് തിക്കാണല്ലോ, അപ്പം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കൺഫേം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അപ്പുറത്തെ കൗണ്ടറിൽ പോയിട്ട് വാങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് അല്ല അതിൻ്റേത് ഉള്ളത്, ചോപ്സ്റ്റിക്ക് ഉള്ളത് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങി ബില്ല് ചെയ്ത് വീട്ടിലെത്തിയതാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഇതൊക്കെ സ്നാക്സാണ് അവൾക്കുള്ള. എന്താ വെച്ചാൽ സ്കൂളിലേക്ക് ഡെയിലി ഒരേ സാധനം കൊടുത്തു വിടാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഓരോ ദിവസം വേറെ വെറൈറ്റി സാധനങ്ങൾ കൊടുത്തു വിടണം. അല്ലാതെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് വേഗം മടുക്കും, പിന്നെ അത് തീരെ കഴിക്കില്ല. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ അങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോഴാണ് അവളത് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാനെൻ്റെ പാത്രം കഴുകലും സാധനങ്ങൾ എടുത്ത് വെക്കലും ഒക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യാണ്. ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ പണിയൊന്നുമില്ല. പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യങ്ങൾ നോക്കൽ അങ്ങനത്തതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ തുടച്ച് വൃത്തിയാക്കി ഞാൻ ഇതിൻ്റെ കൂടെ പാട്ട് വെക്കും. കിച്ചണിലിരിക്കുമ്പോൾ ഞാൻ പാട്ട് വെക്കും. അതാകുമ്പോൾ നമ്മൾ എത്ര പണിയെടുക്കുന്നുണ്ട് ആ ഒരു ഹാർഡ്നെസ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കിച്ചണിൽ കയറുമ്പോൾ ഒരു കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ട് കയറുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് പാടാം, എൻജോയ് ചെയ്യാം, പണിയെടുക്കാം, പണിയും നടക്കും, എൻജോയ്മെൻറ്റും നടക്കും. അല്ലാതെ അത് മാത്രമാകുമ്പോൾ നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാനെന്താ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇന്ന് ഞാനും ഹസ്ബൻഡും ജോബിന് പോയിട്ടില്ല. അപ്പോൾ ഇന്നൊരു ഫ്രീ ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെന്തായി വെറുതെ അതും ഇതും പറഞ്ഞും അല്ലെങ്കിൽ എന്താണ് വെറുതെ ഇരുന്നിട്ടും പിന്നെ ഇന്ന് കാറ് ക്ലീൻ ചെയ്യൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ, അതാണ് എൻ്റെ എല്ലാ പണിയും പെൻഡിങ് ആവാനുള്ള കാരണം. കാറ് വാഷ് ചെയ്യാൻ വേണ്ടി നിന്നു. ഏട്ടൻ ഒറ്റയ്ക്ക് വാഷ് ചെയ്യില്ല, ഞാനും കൂടെ പോകണം. അപ്പം അത് വാഷ് ചെയ്യുന്നതിൻ്റെ അത്രയും ടൈം പോയി. ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ തീർക്കും. മോൾക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ഞാനൊരു മടി പിടിച്ചപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ ചെയ്യാം, എന്തായാലും ഇപ്പം ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ലല്ലോ, പിന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വേഗം അപ്പം തന്നെ അതിൻ്റെ ആ പണികൾ വേഗം കഴിയും. പിന്നെ ഒന്നാമത് മഴയാണല്ലോ, മഴക്കാലമാണല്ലോ, നമുക്ക് എങ്ങനെ മടി പിടിക്കാതിരിക്കും. അങ്ങനെ എൻ്റെതാ പണികളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ പണിയൊക്കെ തീർത്തിട്ട് ഇനി അവളെ കാത്തിരിക്കണം. മഴയായതുകൊണ്ട് അവളെ വേഗം പോയിട്ട് കൂട്ടണം, അല്ലെങ്കിൽ ഓട്ടോൻ്റെ അടുത്തുനിന്ന് കുട തുറക്കില്ല, മഴ നനഞ്ഞിട്ട് കയറി വരും. ഈ അടുത്തൊരു പനി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ചും കൂടി കെയർഫുൾ ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീരെ ശ്രദ്ധിക്കാതെ ഒക്കെ പിന്നെയും പനി പിടിക്കും. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വേഗം പണിയൊക്കെ തീർക്കുന്നത്. പിന്നെ
നമുക്ക് ഈ ഒരു കിച്ചൺ ഫ്രീ ആയിട്ട് നമ്മുടെ മാത്രം ഒരു സ്പേസ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഫ്രീഡം തന്നെയാണത്. അല്ലാതെ നമ്മുടെ കിച്ചണിൽ വേറൊരാൾ നിയന്ത്രിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ അതെടുക്കരുത് ഇതെടുക്കരുത്, ഇത് അത്ര എടുത്താൽ മതി ഇത് ഇത്ര എടുത്താൽ മതി, അതെവിടെ ഇതെവിടെ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യമാണ്. പിന്നെ അതെൻ്റത് ഇതെൻ്റത് അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആ കിച്ചണിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ ഇതേപോലെ ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് വേറെ ആരും ആ ഒരു കിച്ചണിൽ ഓണർഷിപ്പും കൊണ്ട് വരാതെ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. അതെന്താ എനിക്കറിയില്ല, എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഫ്രീഡം പോലെ തോന്നുന്നത് അതാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒറ്റയ്ക്കായിട്ടുള്ള ഒരു കിച്ചൺ, നമ്മുടേതായ ഇതിൽ വിലസാൻ പറ്റിയ ഒരു കിച്ചൺ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഞാനിപ്പോൾ ആ പാട്ടൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് എത്ര പെട്ടെന്ന് കഴിഞ്ഞു എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ. പിന്നെ മോളിതാ വന്നിട്ടുണ്ട്. അവളെ കൂട്ടിക്കൊണ്ടുവരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പുറത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് ദിവസമായി റീൽസ് കണ്ടിട്ട് കേക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ ഒരു പീസ് കേക്ക് മേടിച്ചു. ഇതേതാണ്, ക്യാരമലിൻ്റെ ആണെന്ന് തോന്നുന്നു, ക്യാരമലിൻ്റെയാണ് കേക്ക് വരുന്നത്. അവൾ അത് ഫുള്ള് കഴിച്ചിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല മഴയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി, ഞങ്ങൾക്കല്ല ശരിക്കും ആക്ച്വലി അവൾക്ക് സ്നാക്സ് ആയിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഞങ്ങളത് ടീ സ്നാക്ക് ആക്കിയിട്ട് ഞങ്ങൾക്ക് എടുത്തു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഏട്ടൻ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയ സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.